പാലക്കാട് BJP നേരിട്ടത് കനത്ത തിരിച്ചടിയാണ്. ശക്തി കേന്ദ്രങ്ങളിലെല്ലാം UDF കടന്നുകയറി. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പായിട്ടുകൂടി വോട്ടിലുണ്ടായ ചോർച്ച പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടും. ഭരണമുള്ള പാലക്കാട് നഗരസഭയിൽ വോട്ട് കുറഞ്ഞതും BJP കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. തുടക്കം മുതൽ കല്ലുകടിയായിരുന്നു BJPയിൽ. ശോഭാ സുരേന്ദ്രനു വേണ്ടി ദേശീയ കൗൺസിൽ അംഗമടക്കം നേരിട്ട് ഗോതയിലിറങ്ങിയപ്പോൾ തന്നെ പാളയത്തിൽ പടയാരംഭിച്ചു. N ശിവരാജനെ വിലക്കിയിട്ടും പ്രശ്നങ്ങൾ തീർന്നില്ല. പ്രചാരണത്തിലെ മെല്ലെപ്പൊക്ക് ചർച്ചയായി. സ്ഥിരമൊരു സ്ഥാനാർത്ഥിയെന്ന ലേബലും വോട്ടല്ല നോട്ടിലാണ് കണ്ണെന്ന ആരോപണങ്ങളും C കൃഷ്ണകുമാറിന് തിരിച്ചടിയായി. മൂത്താൻ സമുദായം കൈവിടുമെന്ന് കരുതിയിരുന്നെങ്കിലും അതുണ്ടായില്ല. A ക്ലാസ് മണ്ഡലത്തിലെ നാണം കെട്ട തോൽവിക്ക് നേതാക്കൾ മറുപടി പറയേണ്ടി വരും. വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും. പാലക്കാട് ഒരു 3,000-4,000 വോട്ടിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി, ആത്മപരിശോധന നടത്തി, ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത്. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് നിയന്ത്രണം പൂർണ്ണമായി K സുരേന്ദ്രന്റെ കയ്യിലായിരുന്നു. വിജയസാധ്യതയുള്ള മറ്റ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇതിനുള്ള മറുപടി കൂടി സുരേന്ദ്രൻ നൽകേണ്ടി വരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ 7,066 വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ BJPക്ക് കുറഞ്ഞത്. സന്ദീപ് വാര്യരുടെ സാന്നിധ്യവും അവസാനഘട്ടത്തിൽ BJPക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ശക്തി മേഖലയിലെ തോൽവിയിൽ ഇനി എന്ത് നടപടി എന്നാണ് കണ്ടറിയേണ്ടത്. 24 പാലക്കാട്.